സക്കാത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. പല ആളുകൾക്കും അതുമായി ബന്ധപ്പെട്ട പല ആശങ്കകളും ഉണ്ടാകാറുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരാളെ കയ്യിൽ എത്ര ഉറുപ്പ്യ ഉണ്ടെങ്കിലാ സക്കാത്ത് കൊടുക്കേണ്ടത്? സക്കാത്ത് നിർബന്ധാവണമെങ്കിൽ കയ്യിൽ എത്ര ഉറുപ്പ്യ വേണം? 10,000 എത്ര വേണം? ഇന്നത്തെ കണക്കനുസരിച്ച് സക്കാത്ത് നിർബന്ധമാകണമെങ്കിൽ ഒരാളുടെ കയ്യിൽ 65,450 ഉറുപ്പ്യ വേണം. ഇന്നത്തെ സാഹചര്യത്തിൽ, അതായത് വെള്ളിക്ക് ഇന്ന് 1 ഗ്രാമിന് 110 ഉറുപ്പ്യാണ്. അപ്പൊ 595 ഗ്രാം വെള്ളിയുടെ ആ ഒരു നിസാബ്, ആ ഒരു ക്യാഷ് ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ 595 ഗ്രാം വെള്ളിക്ക് എത്ര പൈസ ആവോ അത്ര പൈസ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. എന്നാൽ കയ്യിലുണ്ടെങ്കിൽ അപ്പൊ തന്നെ കൊടുക്കണോ? വേണ്ട. ആ ക്യാഷ് 1 കൊല്ലം നമ്മുടെ മിൽക്കിൽ ഉണ്ടാവണം. നമ്മുടെ ബാങ്കിലോ നമ്മുടെ അൾമറയിലോ, അല്ലെ നമ്മൾ കുറി വെക്കാൻ തുടങ്ങിയിട്ട് കുറേയായി, ആ കുറി വെക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 65,450 അതിലപ്പുറം ആയിട്ടുണ്ട്. അങ്ങനെ 1 കൊല്ലം പൂർത്തിയായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കയ്യിൽ കടം കൊടുത്തതാണ്, അത് നമ്മുടെ ക്യാഷാണ്, എപ്പോ ചോദിച്ചാലും തിരിച്ചു കിട്ടും, ഉറപ്പാണ്. ഇതൊക്കെ നമ്മുടെ മിൽക്കിലുള്ള ക്യാഷാണ്. ഇങ്ങനെ 65,450 അതിൽ കൂടുതലോ ഒരാളുടെ കയ്യിൽ 1 കൊല്ലം അയാളുടേതായിട്ടുണ്ടായാൽ അതിന്റെ 40-1 അയാൾ എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. 2.5%. അതെങ്ങനെ കണക്കൂട്ടുക? കണക്കൂട്ടാൻ എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഇന്നിപ്പോ എല്ലാവരുടെ കയ്യിലും കാൽക്കുലേറ്റർ ഉണ്ടല്ലോ. എല്ലാവരുടെ കയ്യിലും എന്തുണ്ട്? കാൽക്കുലേറ്റർ ഉണ്ട്. ശ്രദ്ധിക്കണേ, ചിലപ്പോൾ ഉംറയ്ക്ക് വേണ്ടി എടുത്തു വെച്ച ക്യാഷ് ഉണ്ടാവും, അതൊരു കൊല്ലം കഴിഞ്ഞ് എടുത്തു വെച്ചിട്ട്. ഹജ്ജിന് വേണ്ടി എടുത്തു വെച്ച ക്യാഷ് ഉണ്ടാവും, 1 കൊല്ലം കഴിഞ്ഞ് എടുത്തു വെച്ചിട്ട്. ഒരു കച്ചവടം തുടങ്ങാൻ വേണ്ടി എടുത്തു വെച്ച ക്യാഷാണ്, മകളുടെ കല്യാണത്തിന് വേണ്ടി എടുത്തു വെച്ച ക്യാഷാണ്, വീടുണ്ടാക്കാൻ എടുത്തു വെച്ച ക്യാഷാണ്. ഇങ്ങനെ എന്തോ ആവശ്യത്തിനായിക്കോട്ടെ 1 കൊല്ലം പണമായി നമ്മുടെ മിൽക്കിൽ നമ്മളുടേതായിട്ട് 65,450 ഉറുപ്പികയോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അതിന്റെ 2.5%, അതിന്റെ 40-1 അവകാശികൾക്ക് നമ്മൾ കൊടുക്കണം. അതെങ്ങനെ കൂട്ടുക? കാൽക്കുലേറ്ററിൽ ഈ ക്യാഷ് അടിക്കുക, 65,450 എന്നിട്ട് ഇൻറ്റു 2.5, 2.5% ആണല്ലോ, 2.5 ഹരിക്കണം 100. മനസ്സിലായോ? എളുപ്പമാണ്. എത്ര ക്യാഷ് ആണോ ഉള്ളത് ആ ക്യാഷ് കാൽക്കുലേറ്ററിൽ അടിക്കുന്നു, എന്നിട്ട് ഇൻറ്റു 2.5, 2.5 അടിച്ചിട്ട് ഹരിക്കണം 100. അപ്പൊ ഇതിന്റെ 2.5% നമുക്ക് കിട്ടും. അപ്പൊ 65,450 ഉറുപ്പ്യക്ക് എത്ര ഉണ്ടാവും? 1,636 രൂപ ഉണ്ടാവും, 25 പൈസ. 1,636 രൂപ 25 പൈസ. ഇത് അയാളുടേതല്ല. 1 കൊല്ലം അയാളുടെ കയ്യിൽ ഈ ക്യാഷ് ഉണ്ടെങ്കിൽ അതിന്റെ അവകാശി ആരല്ല? അയാളല്ല. അത് അവകാശികൾക്ക് കൊടുക്കണം. അവകാശിക്ക് കൊടുത്താലേ സക്കാത്ത് വീടുള്ളൂ. ആരാണ് അവകാശി? ഒന്ന് ഫക്കീറാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആവശ്യമുള്ളതിന്റെ പകുതിയെ കിട്ടുന്നുള്ളൂ, അല്ലെ അതിൽ താഴെ. അങ്ങനത്തെ ആക്ക എന്ത് പറയാ? സാധാരണഗതിയിൽ അയാൾക്കും അയാളുടെ ഭാര്യ മക്കൾക്കും ചെലവ് കഴിഞ്ഞു പോകണമെങ്കിൽ കറണ്ട് ബില്ലടക്കണം, ഫോണിന് അത്യാവശ്യം കയറ്റേണ്ട ക്യാഷ് കയറ്റണം, മക്കളുടെ സ്കൂൾ ഫീസ് കൊടുക്കണം, അനുബന്ധമായ അത്യാവശ്യ ചെലവിനൊക്കെ 15,000 ഉറുപ്പ്യെങ്കിലും നിർബന്ധമായിട്ടും മാസത്തിൽ വേണം. ചുരുങ്ങിയതാണ് ഞാൻ പറയുന്നത്. ഒരു മട്ടത്തിരണ്ട് പോവാണെങ്കിൽ ഗ്യാസ് മറ്റു മറിച്ചൊക്കെ ആയിട്ട് മിനിമം 15,000 ഉണ്ടെങ്കിലേ ഒത്തൊപ്പിച്ച് പോവുള്ളൂ. പക്ഷെ അയാൾക്ക് 7,500 അല്ലെ അതിൽ താഴെ ഇതേ കിട്ടുന്നുള്ളൂ. അയാൾക്കാണ് എന്ത് പറയാ? മനസ്സിലാവണില്ലേ? മസലകൾ പറയുമ്പോൾ നല്ല ശ്രദ്ധിക്കണേ. അയാൾക്കാണ് ഫക്കീർ എന്ന് പറയാ. അയാൾ സക്കാത്തിന് അവകാശിയാണ്. പിന്നൊന്ന് മിസ്കീനാണ്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ആരാ? ഇയാൾക്ക് പകുതിയേക്കാൾ കൂടുതൽ കിട്ടുന്നുണ്ട്. ഒരു 15,000 വേണം, പക്ഷേ ഒരു 14 അല്ലെ 13 അല്ലെങ്കിൽ 12 ഇതൊക്കെ കിട്ടുന്നുള്ളൂ. അയാൾക്കാണ് എന്ത് പറയാ? മിസ്കീൻ എന്ന് പറയാം. ചിലപ്പോൾ അയാൾക്ക് കുഴപ്പമില്ലാത്തൊരു വീടുണ്ടാവും. വീടുണ്ടായി എന്ന് കരുതി മിസ്കീനാവാതിരിക്കോ? ഇല്ല. അയാൾക്കൊരു വാഹനം ഉണ്ടാവും. വാഹനം ഉണ്ടായി എന്ന് കരുതി മിസ്കീനാവാതിരിക്കോ?
അവതരിക്കോ ആ കപ്പൽ അത് മിസ്കീന്മാരുടെ കപ്പലായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ടല്ലോ. ആ കപ്പൽ ആരുടെ കപ്പലായിരുന്നു? ഒന്ന് പറയുങ്ങൾ, ആരുടെ കപ്പലാ? മിസ്കീന്മാരുടെ കപ്പലാണ്. അപ്പൊ ഉസ്താദേ, കപ്പലുണ്ടെങ്കിൽ മിസ്കീനാവോ? ആ, കപ്പലുണ്ടെങ്കിൽ മിസ്കീനാവും. ആ കപ്പൽ യഅമലൂന ഫിൽ ബഹരി, അവരുടെ ഉപജീവനത്തിന്റെ ഉപാധിയാണ്, അവരുടെ വരുമാന മാർഗാണ്. ആ വരുമാന മാർഗം അവർക്ക് ഒരു 20,000 മാസത്തിൽ കിട്ടേണ്ടത് അത് 18,000 കിട്ടുന്നുള്ളൂവെങ്കിൽ അവരുടെ വരുമാന മാർഗത്തിൽ വേണ്ടതുപോലെ അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ മിസ്കീന്മാരാണ്. അപ്പൊ ചില കടകൾ ഉണ്ടാകും, ചിലപ്പോൾ കുഴപ്പമില്ലാത്ത വീടുണ്ടാകും, ചിലപ്പോൾ കച്ചവടം ഉണ്ടാകും എന്ന് കരുതി അവർ മിസ്കീനാവൂല എന്ന് പറയാൻ പറ്റൂല. ഇനി ഒരാൾ മിസ്കീനാണോ അല്ലേ എന്ന സംശയം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് സക്കാത്ത് കൊടുക്കുമ്പോൾ ഇതിന്റെ സക്കാത്താണ് ട്ടോ എന്ന് പറയണം. അഥവാ അയാൾ അത് വാങ്ങാൻ അവകാശിയല്ലെങ്കിൽ സക്കാത്താണെങ്കിൽ എനിക്ക് തന്നാ വീടൂലെന്ന് പറയണം. ഞാനിപ്പോ ഇന്നും പറഞ്ഞു, ഇന്നും ചില ആളുകൾ എന്നിട്ട് ഉസ്താദെ സക്കാത്താന്ന് പറഞ്ഞിട്ട് ചില പൈസ ഒന്നും. ഞാൻ പറഞ്ഞു, സക്കാത്തിന് അവകാശികളില്ലേ? അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? സക്കാത്ത് വീടണമെങ്കിൽ അവകാശികൾക്ക് കൊടുക്കണം. പിന്നെ അതുപോലെ ഒരു വിഭാഗമാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ, മുസ്ലിമായി വന്നതാണ്, അവർക്ക് അത്യാവശ്യം സാമ്പത്തിക ശേഷിയുണ്ട്, എന്നാൽ പോലും അവർ സക്കാത്തിന്റെ അവകാശികളാണ്. എന്നതുപോലെ കടം കൊണ്ട് വലഞ്ഞവർ, അവര് കുഴപ്പമില്ലാത്തൊരു വീടെടുത്തു. കുഴപ്പമില്ലാത്ത വീട് എന്ന് പറഞ്ഞാൽ ഇവന് ശരിക്കും ഓന്റെ സ്ഥിതി അനുസരിച്ച് ഒരു 25 ലക്ഷത്തിന്റെ വീടൊക്കെയാണ് വേണ്ടത്. 2 കോടിയുടെ വീടെടുത്ത് കടാക്കി വെച്ചു. അവൻ സക്കാത്തിന് അവകാശിയാവോ? ആവൂല. കാരണം ഈ വീട് അവന്റെ അത്യാവശ്യത്തിനുള്ള വീടല്ല, ഇത് ആഡംബരത്തിനുള്ള വീടാണ്. എന്നതുപോലെ ആഡംബരത്തിന് വേണ്ടി വലിയ കാർ എടുത്തു, ഒരുപാട് സ്ഥലങ്ങൾ അവൻ വാങ്ങിക്കൂട്ടി, അങ്ങനെ കടക്കാരനായത് കൊണ്ട് അയാൾ സക്കാത്തിന് അവകാശിയാവോ? ആവില്ല. അയാൾക്കത് വിറ്റ് വേഗം ആ കടം വീട്ടാണ് അയാൾ ചെയ്യേണ്ടത്. എന്നാൽ അത്യാവശ്യത്തിനൊരു വീട് വേണ്ടേ, അവന്റെ ഭാര്യക്കും മക്കൾക്കും അവന് താമസിക്കണ്ടേ, അതിന് നാട്ടിൽ അവന്റെ മാന്യതയോട് ചേർന്ന് ഒരു വീടെടുത്തിട്ടേ ഉള്ളൂ, അതിൽ കടം വന്നു പോയാൽ അവന് സക്കാത്ത് വാങ്ങാം. ഒരു പക്ഷെ മാസത്തിൽ 25,000 അവന് വരുമാനം ഉണ്ടാകും. ആ 25,000 കൊണ്ട് അവന്റെ ചെലവൊക്കെ റാഹത്തായിട്ട് കഴിഞ്ഞു പോകും. അങ്ങനെ നോക്കുമ്പോൾ അവൻ മിസ്കീനൊന്നുമല്ല, എന്നാലും അവൻ ആരാണ്? മനസ്സിലാവണില്ലേ? കടക്കാരനാണ്. സക്കാത്ത് വാങ്ങാൻ വിരോധമല്ല, ശറയിൽ അതിന് തെറ്റില്ല. പിന്നെ പലരും ചോദിക്കുന്നൊരു ചോദ്യം, ഉസ്താദിന്റെ മോളെ കെട്ടിച്ചു വിട്ടതാണ്, സാമ്പത്തികമായിട്ട് ഒരു വലിയ വിഷമത്തിലാണ്, സക്കാത്ത് അവർക്ക് കൊടുത്താൽ മതിയാകുമോ? മരുമകൻ വലിയ വിഷമത്തിലാണ്, മോളും വലിയ പ്രയാസത്തിലാണ്, അവർക്ക് സക്കാത്ത് കൊടുത്താൽ മതിയാകുമോ? ഭർത്താവ് സാമ്പത്തികമായി വലിയ പ്രയാസത്തിലാണ്, ഭാര്യക്ക് മുതലുണ്ട്, എന്റെ സക്കാത്ത് ഭർത്താവിന് കൊടുത്താൽ മതിയാവുമോ? മൂത്ത മോന് കല്യാണമൊക്കെ കഴിഞ്ഞു, ഗൾഫിൽ പോയി, ഒരു ഏർപ്പാട് തുടങ്ങി, ഒരുപാട് കടത്തിൽപ്പെട്ട് സത്യത്തിൽ വലിയ വിഷമത്തിലാണ്, എന്റെ സക്കാത്ത് മകന് കൊടുത്താൽ മതിയാകുമോ? ശ്രദ്ധിക്കണം. ഈ നിലയിൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന, സാമ്പത്തികമായി ഈ നിലയിൽ പ്രയാസപ്പെടുന്ന മക്കൾക്ക് സക്കാത്ത് കൊടുത്താൽ മതിയാകും. ഞാൻ പറയുന്ന മനസ്സിലാക്കണം. നിരുപാധികം മക്കൾക്ക് സക്കാത്ത് കൊടുത്താൽ വീടൂല. നിരുപാധികം ബാപ്പയുടെ നിർബന്ധ ബാധ്യതയാണ് മക്കളുടെ ചെലവിന്റെ കാര്യം നോക്കുക എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും അവർക്ക് സക്കാത്ത് കൊടുത്താൽ എന്താവില്ല? എന്റെ മക്കൾക്ക് ചെലവ് കൊടുക്കൽ എന്റെ ബാധ്യതയാണ്, ആ മക്കൾക്ക് ഞാൻ സക്കാത്ത് കൊടുത്താൽ വീടൂല. എന്നാ മോളെ കെട്ടിച്ചയച്ചാൽ പിന്നെ ആ മകൾക്ക് ചെലവ് കൊടുക്കൽ എന്റെ ബാധ്യതയാണോ? അല്ല, അതെന്റെ ബാധ്യതയല്ല. അവൾ കടം കൊണ്ട് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് സക്കാത്ത് കൊടുക്കാം. ശറഇൽ വിരോധം ഇല്ല. ജ്യേഷ്ഠൻ വലിയ വിഷമത്തിലാണ്. ഇന്നലെ എനിക്കൊരു സഹോദരൻ ഇവിടുന്ന് കൊണ്ടുപോട്ടിന്ന് വിളിച്ചു. ജ്യേഷ്ഠൻ ക്യാൻസർ ഒക്കെ ബാധിച്ച് വലിയ പൊല്ലാപ്പിലാണ്. A to Z കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, ₹1 വരുമാനമല്ല, ഒരു കച്ചവടക്കാരനാണ്. എന്റെ സക്കാത്ത് ജ്യേഷ്ഠന് കൊടുത്താൽ മതിയാകുമോ? വലിയ വിഷമങ്ങളുണ്ട്, കടമുണ്ട്, കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, സക്കാത്ത് കൊടുക്കാം. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് ചെലവ് കൊടുക്കാന്നുള്ളത് ഭാര്യയുടെ ബാധ്യതയാണോ? അല്ലല്ലോ. അപ്പൊ നിരുപാധികം ഭർത്താവ് ഫക്കീറാണെങ്കിൽ ഭാര്യക്ക് അവൾക്ക് സക്കാത്ത് കൊടുക്കാണ്ടെങ്കിൽ ആർക്ക് കൊടുക്കാം? ഭർത്താവിന് കൊടുക്കാം. എന്നാൽ ഭാര്യക്ക് കൊടുക്കണമെങ്കിൽ നിബന്ധനകളുണ്ട്. അവൾ കടം കൊണ്ട് കഷ്ടപ്പെടുന്നവളാന്ന് വിചാരിക്കുക, എന്നാൽ സക്കാത്ത് കൊടുക്കാം.
നിരുപാധികം ഫക്കീറ് മിസ്കീന് എന്ന നിലക്ക് കൊടുക്കാൻ പറ്റൂല. കാരണം അവൾക്ക് ചെലവ് കൊടുക്കൽ ആരെ ബാധ്യതയാണ്? ഇവന്റെ ബാധ്യതയാണ്. അപ്പോൾ അത് സക്കാത്ത് എന്നുള്ള നിലക്കല്ല കൊടുക്കേണ്ടത്. എന്നാൽ അവളുടെ കടം വീട്ടുക എന്നുള്ളത് ഭർത്താവിന്റെ ബാധ്യതയാണോ? അല്ല. ഭാര്യ എന്തോ കാരണത്താൽ കടണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീട്ടുക എന്നുള്ളത് ഭർത്താവിന്റെ ബാധ്യത അല്ല. അപ്പോൾ പിന്നെ കടക്കാരി എന്ന നിലക്ക് ഭാര്യക്ക് എന്ത് ചെയ്യാം? സക്കാത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക അതൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അവകാശികൾക്ക് കൊടുത്താലേ സക്കാത്ത് വീടുള്ളൂ. അള്ളാഹു അതിലൊക്കെ നിബന്ധനകൾ പാലിക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. കച്ചവടക്കാരൊക്കെ ശ്രദ്ധിക്കണം. കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ വിശദമായി പറയേണ്ടതാണ്. ചിലപ്പോൾ വലിയ വലിയ കോടികളുടെ കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഇപ്പൊ സ്ഥലക്കച്ചവടം നടത്തുകയാണ്. അയാളിങ്ങനെ വലിയ കച്ചവടക്കാരനാണ്. ബിൽഡിങ്ങും സ്ഥലമൊക്കെ എടുത്ത് വിൽക്കും. അത് ഒരു മാസം എടുത്ത് പിറ്റത്തെ മാസം വിറ്റു, പിറ്റത്തെ മാസം വേറൊന്നെടുത്തു, പിന്നെ പിറ്റത്തെ മാസം അത് വിറ്റു. അങ്ങനെ നോക്കുമ്പോ ഒരു കൊല്ലം കൊണ്ട് ചിലപ്പോ കോടികളുടെ കച്ചവടം ചെയ്തിട്ടുണ്ടാവും. ഒരു കൊല്ലാണ്ട് പൂർത്തിയായാൽ സ്റ്റോക്ക് എടുക്കണല്ലോ. അമ്മ നോക്കുമ്പോ കഴിഞ്ഞ റമളാൻ 1 കച്ചവടം തുടങ്ങിയതാ. ഒരു ഉദാഹരണം, ഈ റമളാൻ 1 അതിനിടയിൽ പല സ്ഥലങ്ങളും ബിൽഡിംഗ് ഒക്കെ എടുത്ത് വിറ്റിട്ടുണ്ട്. നിലവിൽ ഈ റമളാൻ 1 അയാൾക്കൊരു ബിൽഡിങ്ങും സ്ഥലവും ഉണ്ട്. അതിനെന്നെ അങ്ങാടിയിലാണ് 10 കോടി വരും. ഇതയാളെ കച്ചവട മുതലാണ്. അങ്ങനെയാണെങ്കിൽ ആ 10 കോടിക്ക് അയാൾ എത്ര സക്കാത്ത് കൊടുക്കേണ്ടി വരും? 1 കോടിക്ക് 25 ലക്ഷം. മനസ്സിലായോ? അല്ല, 1 കോടിക്ക് 2.5 ലക്ഷം. 1 കോടിക്ക് 2.5 ലക്ഷം. അപ്പൊ 10 കോടിക്ക് 25 ലക്ഷം എന്ത് ചെയ്യേണ്ടി വരും? കോടികളെ കച്ചവടം ചെയ്യുന്നവർക്ക് ഇഷ്ടം പോലെ അല്ലേ? എന്തെങ്കിലും മിണ്ടാത്ത? കോടികളെ കച്ചവടം ചെയ്യുന്നവർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പൊ 4 ആൾക്ക് 100 ഉറുപ്യ കൊടുത്താൽ വീടുന്നതാകുമല്ലോ ഓല സക്കാത്ത്. 100ന്റെ 10,000ന്റെ ഒരു കെട്ട് വെച്ചിട്ട് കുറച്ച് ആളുകൾക്ക് അങ്ങനെ 100 ഈച്ച കൊടുത്താൽ ഒരു 10,000 കൊണ്ട് വീടോ സക്കാത്ത്? ഒരു 10 കോടി അയാളുടെ കച്ചവടം മുതലും കച്ചവടത്തിലൂടെയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 25 ലക്ഷം എന്ത് വേണം? സക്കാത്ത് കൊടുക്കണം. 1 ലക്ഷത്തിന് 2,500 ഉറുപ്യ ഉണ്ടാവും. അപ്പൊ 10 ലക്ഷത്തിന് 25,000 ഉറുപ്യ ഉണ്ടാവും. മനസ്സിലാകുന്നില്ലേ? അപ്പൊ അത് വളരെ ഗൗരവമായി ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ ഹക്ക് പോലെ വീട്ടാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ.